ഹലോ, ഇന്നൊരു ഇറ്റാലിയൻ ഡിഷായ ലസാനിയയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ലസാനിയയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലസാനിയ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരും, ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ആ സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി പ്യൂരി ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ചിക്കനൊന്നും വെന്തിട്ടുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ മസാല കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ കെച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ബട്ടറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഈ മൈദയുടെ ആ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നാലും വൈറ്റ് സോസിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇത് കുറുകി വരും. അപ്പോൾ ആ ഒരു പരുവാകുന്നത് വരെ നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ സോസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഒറിഗാനോ ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സോസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ലസാനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രെഡ് സ്ലൈസസും എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലസാനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഓവൻ സേഫ് ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആകുന്ന രീതിയിലാണ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 ബ്രെഡ് പീസസാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള വൈറ്റ് സോസിൽ നിന്ന് പകുതി എടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിൽ നിന്ന് ഞാനിപ്പോൾ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി ഫില്ലിങ് ആദ്യം എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടോട്ടൽ 1 കപ്പ് ചീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പകുതിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന വൈറ്റ് സോസ് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതും എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചീസും മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ കുറച്ച് കൂടുതൽ ചീസ് വെക്കുന്നതാവട്ടോ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ കുറച്ചധികം ചീസ് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലൊരു പാനിൽ വയർ സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കിംഗ് റേഞ്ചിൻ്റെ ഓവനിൽ ഒരു 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ ലസാന ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്